നമസ്കാരം. മാലദ്വീപിൽ വ്യാപകമായി മന്ത്രവാദം നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ കുറച്ചുനാളായി പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴിത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ ദുർമന്ത്രവാദം ചെയ്തെന്ന ആരോപണത്തിൽ മാലദ്വീപിൽ 2 മന്ത്രിമാർ അറസ്റ്റിലായിട്ടുണ്ട്. രാജ്യത്തെ പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, ഊർജ വകുപ്പ് മന്ത്രി ഫാത്തിമത്ത് ഷബ്നാസ് അലി സലീമിനെയും അവരുടെ മുൻ ഭർത്താവും പ്രസിഡന്റിന്റെ ഓഫീസ് ചുമതലയുള്ള മന്ത്രിയുമായ ആദം റമീസുമാണ് മാലദ്വീപ് പ്രസിഡന്റിനെതിരെ ദുർമന്ത്രവാദം ചെയ്തെന്ന ആരോപണത്തിൽ അറസ്റ്റിലായത്. തലസ്ഥാനമായ മാലയിൽ വെച്ചായിരുന്നു പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ എന്ത് തരത്തിലുള്ള ദുർമന്ത്രവാദ ക്രിയയാണ് ഇവർ ചെയ്തതെന്ന കാര്യം പുറത്തു വന്നിട്ടില്ല. മന്ത്രിക്കൊപ്പം മറ്റു 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഫാത്തിമ ഷംനാസിന്റെ സഹോദരനും മന്ത്രവാദിയുമാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഞായറാഴ്ചയാണ് ഇവരെ 2 പേരെയും ഷംനാസിനെയും അറസ്റ്റ് ചെയ്തത്. എന്നാൽ വിവരം രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. പ്രാദേശിക മാധ്യമങ്ങൾക്ക് വിവരം ചോർന്ന് കിട്ടിയതോടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. അറസ്റ്റിലായവരെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അറസ്റ്റിലായതോടെ ഷംനാസ് സലീമിനെ പരിസ്ഥിതി മന്ത്രിയുടെ ചുമതലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ബുധനാഴ്ചയാണ് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. വ്യാഴാഴ്ച റമീസിനെയും ചുമതലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മാലേ സിറ്റി കൗൺസിൽ മേയറായി മുഹമ്മദ് മൊയ്സു പ്രവർത്തിച്ചിരുന്ന കാലം മുതൽ മൂവരും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ഈ സമയത്ത് മൊയ്സുവിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു അറസ്റ്റിലായ ആദം റമീസ്. എന്നാൽ ഏതാനും മാസങ്ങളായി പൊതുപരിപാടികളിൽ റമീസ് പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു. എന്നാൽ മാലദ്വീപ് സർക്കാരോ പ്രസിഡന്റിന്റെ ഓഫീസോ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും നൽകിയിരുന്നില്ല. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുൾപ്പെടെ 3 കുട്ടികളുടെ അമ്മയാണ് അറസ്റ്റിലായ ഷംനാസ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഷംനാസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും മന്ത്രവാദത്തിന് ഉപയോഗിച്ചതായി കരുതുന്ന വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരം. മന്ത്രവാദം മാലദ്വീപിൽ കുറ്റമല്ലെങ്കിലും ഇസ്ലാമിക നിയമപ്രകാരം ഇതിന് 6 മാസത്തെ ജയിൽ ശിക്ഷ ലഭിക്കും. എങ്കിലും മാലദ്വീപിൽ വ്യാപകമായി മന്ത്രവാദം നടക്കുന്നുണ്ട്. തങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും എതിരാളികൾക്ക് ദോഷം വരുത്തുവാനുമാണ് ദുർമന്ത്രവാദം നടത്തുന്നത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 ഏപ്രിലിൽ മനദൂവിൽ 62-കാരിയായ ഒരു സ്ത്രീയെ 3 അയൽക്കാർ ചേർന്ന് മന്ത്രവാദം നടത്തിയെന്നാരോപിച്ച് കൊലപ്പെടുത്തിയിരുന്നു. പോലീസ് ഈ കേസ് അന്വേഷിച്ചെങ്കിലും പ്രതികൾക്കെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.